ഹായ് നമസ്കാരം. പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുംബൈ സേ വയനാട് തക്. ഈ കവർ പേജ് ഒന്ന് നോക്കിക്കേ. കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. മുംബൈ കാണാം, വയനാട് കാണാം, രണ്ട് വ്യക്തികളെ കാണാം. അപ്പോൾ ഈ വ്യക്തിയുടെ പേരാണ് അരുൺ. ഇത് സാക്ഷിയാണ്. സാക്ഷി ഒരു ഡോക്ടറാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു റൊമാൻസ് ജോണറിലുള്ള ബുക്കാണ് കേട്ടോ. ഇനി കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഫേസസ് ആയിട്ടാണ് ശരിക്കും ഈ കഥ പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഒരു ബിടെക്കുകാരൻ്റെ കഥയാണിത്. അപ്പം ഞാനൊരു ബിടെക്കുകാരിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് റിലേറ്റബിൾ ആണ്. പ്ലേസ്മെൻ്റ് ടൈം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെയിറ്റ് ചെയ്യുന്നത്, ഒരു ജോബിന് വേണ്ടി നമ്മൾ വിഷമിക്കുന്ന സമയം, എല്ലാം ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ അത് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. എനിക്ക് ആ ഫേസ് വായിച്ചപ്പോഴും എനിക്ക് എൻ്റെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. അതെനിക്കൊരു സന്തോഷം. പിന്നെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു. മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിലേക്ക് ഒരു കൂട്ടാളി വരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ക്ലൈമാക്സ് വരുന്നുണ്ട്. ക്ലൈമാക്സ് കുറച്ച് വിഷമിപ്പിക്കുന്നതാണ്, പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലുള്ള എഴുത്താണ് ഇദ്ദേഹത്തിൻ്റെ. കഥയെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല, കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനുള്ള ആ ഒരു രസം പോവും. ഇനി ഇത് എഴുതിയിരിക്കുന്നത് വിപിൻ വാസുദേവനാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണിത്. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് പറയുന്ന പോലെ തന്നെ ആദ്യത്തെ ഒരു പുസ്തകമാണിതെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ തോന്നുന്നില്ല. നല്ലൊരു എഴുത്ത്, നല്ല ഭാഷ, നല്ല സിമ്പിളാണ്. ഒറ്റ ഇരിപ്പിനെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ്. റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ്. ഇതൊരു പ്രൊട്ടാഗണിസ്റ്റ് വരുന്നത് അരുണാട്ടോ. അപ്പോൾ അരുണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ലൈഫ് പോകുന്നത് അല്ലെങ്കിൽ കഥ പോകുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷറെ കുറിച്ച് പറയാനാണെങ്കിൽ മാൻകൈൻഡ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 220 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഭാഷയെക്കുറിച്ചും ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. നല്ല രസമുണ്ട്. ഇതിനകത്ത് കുറേ ഹിന്ദിയൊക്കെ വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയൊക്കെ ഉണ്ട്, കാരണം ഇതിനകത്ത് നമ്മുടെ നായിക ഹിന്ദിക്കാരിയാണല്ലോ. അപ്പോൾ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ കുറേ വരുന്നത് ഹിന്ദിയിലാണ്. അപ്പോൾ നമുക്ക് ഹിന്ദി ഇങ്ങനെ വായിക്കാം. അർത്ഥം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കതും ഒരു എന്താ പറയുക, നമ്മൾ വീണ്ടും നമ്മുടെ പഴയ കാലത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നൊസ്റ്റു ഫീൽ അടിക്കുന്ന നല്ലൊരു പുസ്തകമാണ്. തീർച്ചയായിട്ടും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കൂ. നല്ലൊരു സെലക്ഷൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ റിവ്യൂ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക്